മാത്രമല്ല, ഈ ഫിനാൻഷ്യൽ ഏർണിങ്സ് ആണെന്നുണ്ടെങ്കിൽ സെയിൽസിൽ അനന്തമാണ്. സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജോബ് ചെയ്യാനോ ബിസിനസ് ചെയ്യാനോ മാത്രമല്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഈ സ്കില്ല് നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മളെ പേഴ്സണൽ ലൈഫിൽ, അതായത് നമ്മളെ ഫാമിലി ലൈഫിൽ ഇഷ്യൂസൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. സോൾവിങ് സ്കില്ലാണ്. കാരണം കൺവിൻസ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾ ഹസ്ബൻഡിനെ കൺവിൻസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വൈഫിനെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കില്ല് ശരിക്കും നമ്മൾ സെയിൽസിൽ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇത് ജോബിന് വേണ്ടി മാത്രമല്ല, ഈ ഫിനാൻഷ്യൽ ഏർണിങ്സ് ആണെന്നുണ്ടെങ്കിൽ സെയിൽസിൽ അനന്തമാണ്. കാരണം ഏത് ജോബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്കൊരു ഫിക്സ്ഡ് ആയിരിക്കുമല്ലോ. മാത്രമല്ല ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, ക്യാഷ് വേണം, ഐഡിയാസും കാര്യങ്ങളൊക്കെ വേണം. സെയിൽസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്ത, അതായത് ഞാൻ എപ്പോഴും ടീമിനോട് പറയുന്നതാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്ത, അതായത് ക്യാഷ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്ത ഒരു ബിസിനസ്സാണ് ശരിക്കും സെയിൽസ് എന്നുള്ളതാണ്. അതെ അതെ. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്തൊരു ബിസിനസ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ പഠിച്ചിരിക്കൽ നിർബന്ധമാണ്. അതല്ലാത്ത ആളുകൾക്ക് ജോലി വേണ്ട, ബിസിനസ്സിന് വേണ്ട, ഫാമിലി ലൈഫായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളും എന്ത് ചെയ്യണം, ഈ സ്കില്ല് പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. കൺവിൻസ് ചെയ്യണം, അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. കാരണം ഈ ഡിവോഴ്സ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ടോ, അവർക്ക് ഈ ഒരു സ്കില്ലില്ലാത്തതുകൊണ്ടാണ്. ഒരു ഇഷ്യൂസ് ഉണ്ടാവില്ല, ഒരാൾ അങ്ങോട്ട് സംസാരിച്ച് ക്ലിയർ ചെയ്യേണ്ട ആവശ്യമേ ഇതിലുണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പഠിച്ചിരിക്കണം.